ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എന്നാൽ പോലും കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്നേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. എത്ര എണ്ണം വേണോ അത്ര എണ്ണം എടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 4 ആക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരെ ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് ബ്രെഡ് എടുക്കുമ്പോൾ അതിന് ഏകദേശം എത്ര വേണം നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. ബ്രെഡ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുക്കാം. അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാ മുളക് പൊടി ഇട്ടാലും മതി. 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. അതുപോലെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു സ്പൈസി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ റസ്ക് പൊടിയാണ് എടുത്തത്. ഇനി ഈ ബ്രെഡ് തന്നെ പൊടിച്ചെടുത്താലും അതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഓരോ സ്ലൈസും നമ്മൾ മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഈ ബ്രെഡ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ റസ്ക് പൊടി വാങ്ങിച്ചതാണ്. നമുക്ക് ഈ ബ്രെഡ് തന്നെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. റസ്ക് പൊടി നമുക്ക് എപ്പോഴും തന്നെ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. ഇനി ഓരോന്നും മുട്ടയിൽ മുക്കുക, ബ്രെഡ് പൊടിയിൽ മുക്കുക. ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോഴേ ശരിക്കും അതിലേക്ക് പിടിക്കുള്ളൂ. കാരണം മുട്ട അധികം ബ്രെഡിൻ്റെ അകത്തേക്ക് അങ്ങ് വലിഞ്ഞു പോയി കാണും. അപ്പോൾ റസ്ക് പൊടി അതിലേക്ക് ഒട്ടി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് എണ്ണ ഒഴിക്കണമെന്നൊന്നുമില്ല. എന്നാൽ ഷാലോ ഫ്രൈ അല്ല. ഞാനിപ്പോൾ ഒരു മീഡിയം അത്രേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ തിരിച്ചിടുമ്പോൾ മാത്രമേ 2 സൈഡും മുങ്ങുള്ളൂ. നന്നായിട്ട് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. ഒരുപാട് എണ്ണ കുടിക്കൊന്നുമില്ല ഇത്. കാരണം ബ്രെഡ് മാത്രമല്ലല്ലോ, നമ്മൾ മുട്ടയും കൂടി മുക്കിയിട്ടല്ലേ. അതുകൊണ്ട് ബ്രെഡിൻ്റെ അകത്തേക്കൊന്നും എണ്ണ പോകുന്നില്ല. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ലതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലൊക്കെ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാം തന്നെ ചെയ്തെടുക്കുക. ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ബ്രെഡ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സംശയം തോന്നും. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചാക്കിയിട്ട് ഇട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തു. ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ 2 മുട്ട കറക്റ്റ് ആയിരിക്കും. ഒരുപാടൊന്നും വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്